ഹായ് എവരിവൺ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ഭാഗം, അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മളത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതും ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ആ ചാപ്റ്ററിൻ്റെ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറേ എണ്ണം നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും, പിന്നെ കുറച്ച് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ആ ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാണ്. എന്തായിരുന്നു നമ്മളെ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മളെ ലെസൻ്റെ പേര്? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണല്ലേ. നമ്മൾ മറന്നു പോകരുത്. എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ്. നമ്മൾ ഇതുവരെ ഫലങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയില്ല. എന്താണ് വൈദ്യുതി, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ബാക്കിയുള്ള പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി നമ്മൾ ഓരോരോ വൈദ്യുതിയുടെ ഇഫക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇഫക്ട്സ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ താപഫലം. എന്താ താപഫലത്തിൽ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്? എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ ഇലക്ട്രിക്കൽ ഊർജം എന്ത് ഊർജമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറുമ്പോഴാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജമാക്കി നമുക്ക് മാറ്റാൻ പറ്റുക? ഏതൊക്കെ രീതിയിൽ അതിന് മാറ്റം സംഭവിക്കുന്നു, ഏതൊക്കെ ഉപകരണത്തിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കുന്ന ഒരു ഭാഗമാണെന്ത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഭാഗം. അപ്പം ഞാനവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, എന്താ സംഭവിക്കുന്നത്? ഇസ്തിരിപ്പെട്ടി കത്തുവാണ് അല്ലേ. അങ്ങനെ കത്തുവാണോ ഹീറ്റിംഗ് എഫക്റ്റ്? ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ കത്തൽ വരെ സംഭവിക്കും. അതാണ് നമ്മളെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ത്? ഇസ്തിരിപ്പെട്ടി അല്ലേ. ഇസ്തിരിപ്പെട്ടിയിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാണ് ഈ ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഊർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഒരു സാധനമാണ് ഇസ്തിരിപ്പെട്ടി. അപ്പോൾ അവിടെ നോക്കൂ, അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലഗിൽ കുത്തി കറണ്ട് നമ്മൾ കൊടുക്കുന്നു. കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇസ്തിരിപ്പെട്ടി ചൂടാകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ഇസ്തിരിപ്പെട്ടി മാത്രമാണോ ഈ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്നത്? അല്ല, ഒരുപാട് ഉപകരണങ്ങൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് നമ്മളിനി കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഈ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുമാത്രം ഹീറ്റ് ഒരു സാധനത്തിൽ ഉണ്ടാകും, എങ്ങനെയൊക്കെ കറണ്ട് കൊടുത്താൽ ഹീറ്റ് ഉണ്ടാകും, എത്ര കൊടുക്കണം, എത്ര സമയം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. സോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. നിങ്ങൾക്കറിയാം, കറണ്ട് ഒരു കണ്ടക്ടർ, നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മാത്രമാണോ ചൂട് ലഭിക്കുന്നതല്ല. ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് വിവിധ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളിവിടെ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കൊണ്ടുണ്ടാവുന്ന താപത്തെക്കുറിച്ചാണ്, കറണ്ട് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ കറണ്ട് എങ്ങനെയുണ്ടാവുക എന്നല്ല, ഹീറ്റ് എങ്ങനെയുണ്ടാവുക? നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാലകം. എന്താണ് ചാലകം? കറണ്ടിനെ കടത്തിവിടുന്ന ഏത് വസ്തുവിനെയും നമ്മൾ എന്ത് പറയും? കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം എന്ന് പറയും. അപ്പോൾ ആ ചാലകത്തിലൂടെ കറണ്ട് പോവുകയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ കറണ്ട് പോകുമ്പോൾ അതിൽ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയാം. ഇനി ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ അതിലുണ്ടാകുന്ന ചൂട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നൊക്കെ പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചുമ്മാ ഇസ്തിരിപ്പെട്ടി വെറുതെ പ്ലഗിൽ കുത്തിവെച്ചാൽ ചൂടുണ്ടാവുമോ? ഇല്ല, നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം അല്ലേ. കറണ്ട് അതിലൂടെ കടത്തിവിടണം. അപ്പം ആദ്യത്തെ കാര്യം, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കി മാറ്റുമ്പോൾ ഉള്ള ആദ്യത്തെ ഫാക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് തന്നെയാണ്. എത്രമാത്രം കറണ്ടാണോ നമ്മൾ കൊടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ഒരു വസ്തുവിലുണ്ടാകുന്ന ചൂട് അല്ലെങ്കിൽ താപം. കറണ്ട് ഞാൻ ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ എന്താവും? നേരത്തെ ചിത്രം നമ്മൾ ഇസ്തിരിപ്പെട്ടി കത്തുന്നത് കണ്ട പോലെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചൂടുണ്ടാവും, കത്തി അങ്ങ് പോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ അളവ് അല്ലെങ്കിൽ താപത്തിൻ്റെ അളവ്, ഹീറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കറണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഇസ് കറണ്ട്.
ഇനി രണ്ടാമത്തത് നമ്മൾ നേരത്തെ കണ്ടു, ഒരു മനുഷ്യൻ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓംസ് ലോയിൽ നമ്മൾ കറണ്ടിനെ അങ്ങ് വെറുതെ ഒഴുകാൻ ഒരാൾ സമ്മതിക്കില്ല. ആരാ സമ്മതിക്കാത്തത്? റെസിസ്റ്റൻസ് കറണ്ടിനെ ഇങ്ങനെ വലിച്ചു മുറുക്കി വെക്കും അല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അത് ഹീറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. കറണ്ടിനെ അങ്ങ് വിടാണ്ട് കുറച്ച് നേരം അവിടെ അങ്ങോട്ട് പിടിച്ചു നിർത്തും. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്തി ആ കറണ്ട് കുറച്ച് അങ്ങനെ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടി വരും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ചില കണ്ടക്ടേഴ്സിന് അല്ലെങ്കിൽ ചില ഇസ്തിരിപ്പെട്ടിക്കൊക്കെ, അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി, ഞാനിപ്പോൾ അയൺ ബോക്സിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്, റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക, കറണ്ടിനെ അത്ര വേഗമൊന്നും അങ്ങ് കടത്തിവിടില്ല. അങ്ങനത്തെ സാധനങ്ങൾക്കുണ്ടല്ലോ ചൂട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാലം ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇതേപോലെയാണ്. അതിൻ്റെ റെസിസ്റ്റൻസിന് ചിലപ്പം ഈ കറണ്ടിനെ അത്ര പെട്ടെന്ന് വിടാണ്ട് ഈ റെസിസ്റ്റൻസിൽ ചിലപ്പോൾ നല്ല ഉയർന്ന റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് നല്ല ചൂട് പുറത്തേക്ക് വിടും. അപ്പോൾ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധമാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് താപം കൂടും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇനി മൂന്നാമത്തതാണെന്ത്? സമയം. നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടല്ലേ ഉണ്ടാവുള്ളൂ ഇസ്തിരിപ്പെട്ടി ചൂടാവാൻ തന്നെ കുറച്ച് സമയം എടുക്കും അല്ലേ. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഓണാക്കി ഓഫാക്കി കഴിഞ്ഞാൽ ചൂടാവോ? ഇല്ല. അപ്പം മൂന്നാമത്തത് സമയമാണ്. നമ്മൾ എന്തുമാത്രം സമയം കൊടുക്കുന്നോ അത്രയും സമയത്തിനെയും നമ്മളുടെ ചൂട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെ കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഹീറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? താപം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ടാമത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിനെ ആശ്രയിച്ചിരിക്കും, മൂന്നാമത്തത് ടൈം അല്ലെങ്കിൽ സമയത്തെയും ആശ്രയിച്ചിരിക്കും. ഈ മൂന്ന് ഫാക്ടേഴ്സിനെ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ കറണ്ട് നിങ്ങൾക്കറിയാം, കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. ഐ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, കറണ്ട് ഇസ് ഐ. അപ്പോൾ കറണ്ട്, ഞാൻ എന്താ പറഞ്ഞാൽ, കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടും അല്ലേ. നമ്മൾ കറണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ചൂടാകും. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ആണ്, ആർ. റെസിസ്റ്റൻസ് കൂട്ടിയാലും എന്ത് സംഭവിക്കും? ചൂട് കൂടും. ഇനി സമയോ ടി ആണ്. ടി കൂട്ടിക്കഴിഞ്ഞാൽ, സമയം കൂട്ടിക്കഴിഞ്ഞാലും ഹീറ്റ് കൂടും. അപ്പം ഇങ്ങനെ മൂന്നെണ്ണവും, കറണ്ട് കൂട്ടുമ്പോഴും ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂട്ടുമ്പോഴും ഹീറ്റ് കൂടും, ടൈം കൂട്ടുമ്പോഴും ഹീറ്റ് കൂടും. അങ്ങനെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും അല്ലെങ്കിൽ ചൂട് കൂടും എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് പഠിച്ച ഒരാളാണ് ജൂൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ജൂൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അപ്പോൾ അയാൾ എത്രമാത്രം കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഹീറ്റ് കിട്ടുക, അതിനൊരു എന്താ പറയുക ഇക്വേഷൻ അദ്ദേഹം സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചു. അതാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള അടുത്ത പോർഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. എന്താണ് ജൂൾസ് ലോ? അപ്പോൾ ജൂൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, നമ്മളെ കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, നമ്മളെ ഹീറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു, കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കറണ്ട് കൂട്ടിയാലും ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂട്ടിയാലും ഹീറ്റ് കൂടും, ടൈം കൂട്ടിയാലും ഹീറ്റ് കൂടും. അപ്പോൾ ഒന്ന് കൂട്ടുമ്പോൾ മറ്റേത് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ ഓംസ് ലോയിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പറയും? പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ നേരനുപാതമാണ് എന്ന് പറയും. ഒന്ന് കൂടുമ്പോൾ മറ്റേതും അതുപോലെ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രൊപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ നേരനുപാതമാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ കറണ്ടും റെസിസ്റ്റൻസും ടൈമും കൂട്ടിക്കഴിഞ്ഞാലും ഹീറ്റ് കൂടും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതണ്ടേ. അപ്പോൾ ഒന്നായിട്ട് മാത്രം നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഹീറ്റിനെ കിട്ടുമോ? ഇല്ല. ഈ മൂന്ന് കാര്യത്തിനെയും നമ്മുടെ ചൂട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നെണ്ണം നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി ഹീറ്റിന്, ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് എന്തിനൊക്കെ പ്രൊപ്പോർഷനാണ്? കറണ്ടിന് പ്രൊപ്പോർഷനാണ്, റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷനാണ്, ടൈമിന് പ്രൊപ്പോർഷനാണ്. ഇത് മൂന്നും കൂടുമ്പോഴും ഹീറ്റ് കൂടും. അപ്പോൾ നമ്മൾ ആ മൂന്നെണ്ണത്തിനെയും കൂടെ അങ്ങ് യോജിപ്പിച്ച് മൂന്നെണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു, I × R × T. ഇനി I എന്ന് പറയുന്നത് കറണ്ടാണ്. ആ I ചെറിയൊരു കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ വളരെയധികം ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഐൻ്റെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് എഴുതി. അപ്പോൾ I സ്ക്വയർ കൂടിക്കഴിഞ്ഞാൽ, കറണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ട് കൂട്ടിക്കൊടുത്താൽ തന്നെ വലിയ ഹീറ്റാവും. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രൊപ്പോർഷനാണ്? കറണ്ടിൻ്റെ സ്ക്വയറിന്, റെസിസ്റ്റൻസിന്, ടൈമിന്. ഈ മൂന്ന് കാര്യത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് എന്ത്? ഹീറ്റ്. മൂന്ന് കാര്യത്തിൻ്റെയും എന്തിന് പ്രൊപ്പോർഷനാണെന്ന് ഞാൻ പറഞ്ഞു. ചുമ്മാ നമ്മൾ ഓരോന്നിനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, മൂന്നെണ്ണം തമ്മിൽ ബന്ധമാണ്. മൂന്നെണ്ണത്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ സാധനത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണെന്ത്? ഹീറ്റ്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയും? പ്രോഡക്റ്റ് എന്ന് പറയും അല്ലേ.
പ്രോഡക്റ്റ്, മലയാളത്തിൽ ഗുണനഫലം എന്ന് പറയും. ഗുണനം ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ ഗുണിക്കുകയാണ്. ഏതിനൊക്കെ ഗുണിക്കുന്നത്? കറണ്ടിൻ്റെ സ്ക്വയറിനെ, റെസിസ്റ്റൻസിനെ, ടൈമിനെ. കറണ്ടിൻ്റെ സ്ക്വയറിനെ, പ്രതിരോധത്തിനെ, സമയത്തിനെ. ഇതിൻ്റെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. കറണ്ടിൻ്റെ സ്ക്വയറിന് മലയാളത്തിൽ എന്ത് പറയും? വർഗം എന്ന് പറയും. കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലത്തിന് എന്തനുപാതമാണ്? താപം നേരനുപാതമാണ്. ഓക്കെ, അപ്പം ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. ഈ 3 കാര്യങ്ങളെയും എന്തിന് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് നേരനുപാതമാണ്. എന്തിന് നേരനുപാതമാണ്? കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും സമയത്തിൻ്റെയും പ്രോഡക്റ്റിന് നേര് അനുപാതമാണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾ ജൂൾസ് ലോ അങ്ങനെ തന്നെ പഠിക്കുക. ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപം അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതമാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതും? H is equal to, ചുമ്മാ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്കൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പം നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പ്രൊപ്പോർഷണാലിറ്റി കളഞ്ഞിട്ട് ഈക്വൽ ടു സൈൻ ഇട്ട് ഉണ്ടാക്കുന്നതാണ് H is equal to I square RT. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി 1 വെച്ച് ഗുണിക്കുകയാണ് ചെയ്യുക. 1 വെച്ച് ഗുണിച്ചാൽ നിങ്ങൾക്ക് അറിയുമോ, ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ I square RT എന്ന് പറയുന്നത് തന്നെ കിട്ടും. സോ നമ്മൾ ജൂൾസ് ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT ആണ്. ഓക്കെ, അപ്പോൾ ജൂൾസ് ലോ എന്താണെന്ന് പഠിക്കുക, എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ് നമ്മുടെ ഹീറ്റ് എന്ന് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ കിട്ടും. നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ഹീറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ജൂൾസ് ലോയിൽ നിന്ന് കിട്ടും. അതാണ് H is equal to I square RT. ഇനി ഈ H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മളെ ജൂൾസ് ലോയിൽ നിന്ന് കിട്ടി അല്ലേ? H is equal to I square RT. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. H is equal to I square RT. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല നമുക്ക് ഹീറ്റ് കിട്ടാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നു കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ളതാ? കറണ്ടും റെസിസ്റ്റൻസും ടൈമും തന്നിട്ട് നിങ്ങളോട് ഹീറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണിത് അല്ലേ? H is equal to ഐൻ്റെ സ്ക്വയർ. ഐൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെങ്കിലും ഒരു സാധനത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടോ? അതേ സാധനം തന്നെ 2 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. I ഇൻറ്റു ഐ ആണ് I സ്ക്വയർ അല്ലേ? അപ്പോൾ I ഇൻറ്റു ഐ നമുക്ക് എന്ത് കിട്ടും? I സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഓംസ് ലോ ഓൾറെഡി പഠിച്ച ലോ ആണ്. എന്താണ് ഓംസ് ലോ? V is equal to IR. അപ്പോൾ അവിടെ നമുക്ക് I is equal to V by R എന്നും R is equal to V by I എന്നും പറയുന്ന 2 ഇക്വേഷൻ കിട്ടി അല്ലേ? R is equal to V by I എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. I is equal to V by R എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. V is equal to IR എന്ന് പറയുന്ന ഇക്വേഷനും നിങ്ങൾക്ക് ഓംസ് ലോയിൽ നിന്ന് കിട്ടി. ഇനി ഈ Hൻ്റെ ഇക്വേഷനിൽ ഐയും ഉണ്ട് ആറും ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഈ Hൻ്റെ ഇക്വേഷനിൽ ഈ ഐക്ക് പകരം ഈ V by R ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. കാരണം I എന്ന് പറയുന്നത് V by R ആണ്. അപ്പം നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. അതാണെന്ത്? ഐക്ക് പകരം ഞാൻ V by R ഇട്ട് കൊടുക്കുമ്പം V സ്ക്വയർ ബൈ R സ്ക്വയർ. I സ്ക്വയർ എന്ന് പറയുമ്പോൾ V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. ആറും ടിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഐക്ക് പകരം ഞാൻ V by R ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആറും വെട്ടിപ്പോവും. ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 6 ബാക്കി ഉണ്ടാവും. 2 R ഉണ്ടല്ലോ, ഒരു 6 ബാക്കി ഉണ്ടാവും. സോ V സ്ക്വയർ ബാക്കി മുകളിൽ T ഉണ്ട് ബൈ R എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹീറ്റിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. V സ്ക്വയർ ഇൻറ്റു T ബൈ R. ഇനി V സ്ക്വയർ ഇൻറ്റു T ബൈ R എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഡെറിവേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഓംസ് ലോ കൊടുത്തിട്ടാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനതവിടെ ചെയ്തത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് മതി? നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. H is equal to V സ്ക്വയർ T ബൈ R. അപ്പോൾ രണ്ടാമത്തെ ഹീറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഇപ്പോൾ ഇതെന്തൊക്കെ തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാം? വോൾട്ടേജും റെസിസ്റ്റൻസും
ടൈമും തന്നിട്ട് നിങ്ങളോട് ഹീറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ഒരു ഓംസ് ലോന്റെ ഇക്വേഷൻ കൂടി ഉണ്ട് അല്ലേ? അതെന്താണ്? R ഈസ് ഈക്വൽ ടു V/I ആണ്. R ഈസ് ഈക്വൽ ടു V/I. അത് ഞാൻ ഈ ഹീറ്റിൻ്റെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ, ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ പിന്നെ ആറിൻ്റെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? H ഇസ് ഈക്വൽ ടു I², ആറിന് പകരം V/I എന്ന് ഇടുകയാണ്. V/I ഇൻറ്റു T അല്ലേ? അപ്പോൾ ഇവിടെ ഒരു I ഉണ്ട്, ഇവിടെ 2 I ഉണ്ട്, ഇവിടെ ഒരെണ്ണം ബാക്കി ഉണ്ടാവും വെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു I ബാക്കിയുണ്ട്, പിന്നെ ഒരു V ഉണ്ട്, പിന്നെ ഒരു T ഉണ്ട്. അപ്പോൾ എനിക്ക് H ഇസ് ഈക്വൽ ടു IVT അല്ലെങ്കിൽ H ഇസ് ഈക്വൽ ടു VIT എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടെ കിട്ടും. H ഇസ് ഈക്വൽ ടു വിറ്റ് എന്ന് പഠിച്ചാൽ മതി, VIT. അപ്പോൾ ഇതെപ്പോഴാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുക? വോൾട്ടേജും കറണ്ടും ടൈമും തന്നിട്ട് നിങ്ങളോട് ഹീറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു. H ഇസ് ഈക്വൽ ടു I²RT, H ഇസ് ഈക്വൽ ടു V²T/R ആൻഡ് H ഇസ് ഈക്വൽ ടു VIT. അപ്പോൾ ഈ 3 ഇക്വേഷനും ഹീറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ആ 3 ഇക്വേഷൻ നിങ്ങൾ ആ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളേ അല്ല. ഈ 3 ബോക്സിലുള്ള ഈ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ ഈ 3 എണ്ണത്തിലുണ്ട്. ഈ 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരീക്ഷകൾക്കൊക്കെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രോബ്ലം ചോദിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ഷുവറാണ്, ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഈ 3 ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചിരിക്കുക. H ഇസ് ഈക്വൽ ടു I²RT, H ഇസ് ഈക്വൽ ടു V²T/R ആൻഡ് H ഇസ് ഈക്വൽ ടു VIT. ആ 3 ഇക്വേഷനും എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഓർമ്മ വേണം. അതേപോലെ ജൂൾസ് ലോ എന്താണെന്നും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻസ് നോക്കാം. ബൈ.